കേരളത്തിൽ പുതുതായിട്ട് വന്ന ഒരു മാധ്യമത്തിലെ ഒരു സീനിയർ ജേർണലിസ്റ്റിന്റെ ഇന്നലത്തെ ചില കൺസേൺസ് ഒക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ചിരിക്കണോ കരയണോ അതോ തലയിൽ കൈവച്ചിട്ടിരിക്കണോ എന്നുള്ളൊരു തോന്നലൊക്കെയാണ് സത്യത്തിൽ ഉണ്ടായത്. ഞാനൊരു എക്സ് മാപ്രയാണ്. എന്ന് വെച്ചാൽ കേരളത്തിലെ മാധ്യമ മേഖലയിൽ എൻ്റർടൈൻമെൻറ്റ് ഫീൽഡിലും അതേപോലെയൊക്കെ തന്നെ ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ അത്യാവശ്യം കാലം ജോലി ചെയ്തിട്ട് ഇതെനിക്ക് പറ്റിയ ഒരു സ്ഥലമല്ല, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണാലിറ്റിയും ഇവിടെ നടക്കുന്ന കാര്യങ്ങളും തമ്മിൽ ഒത്തുപോകില്ല എന്ന് മനസ്സിലാക്കി കുറേ കാലം കഴിഞ്ഞിട്ട് ആ ഒരു ഫീൽഡ് വിട്ട എന്നേക്കുമായിട്ട് വിട്ടിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. എനിവേയ്സ്, ഞാൻ നിങ്ങൾ കാണുന്നത് പോലെയുള്ള ന്യൂസ് ചാനലുകളിലോ ന്യൂസ് ഫ്ലോറുകളിലോ ഒന്നും ജോലി ചെയ്തിട്ടുള്ള ഒരാളല്ല. അതിൻ്റെ ഭാഗമായിരുന്നു എന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് സംസാരിക്കാനുള്ളതും ഈ ഒരു നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നൊരു സംഗതിയെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള എൻ്റെ തോന്നലുകളാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിൽ കമൻറ്റുകളായിട്ടൊക്കെ രേഖപ്പെടുത്താം. സോ ഓരോ ദിവസവും നമ്മുടെ തീരുമാനം ശരിയായിരുന്നു എന്നുള്ള രീതിയിലാണ് മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള ഓരോ പെരുമാറ്റങ്ങൾ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കറിയാം, തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് മാധ്യമ പ്രവർത്തകരൊക്കെ ഒരു കുരുക്കിൽ പെട്ടിട്ടിരിക്കുന്നത് പോലത്തെ ഒരു സിറ്റുവേഷനിലാണുള്ളത്. കാര്യമൊന്നുമല്ല, നമുക്ക് ഭയങ്കരമായിട്ട് മറക്കാൻ പറ്റില്ലാത്ത വിഷമം തന്ന ഈ ഒരു വെടിക്കെട്ട് ദുരന്തത്തിൻ്റെ ഇടയിൽ ഇവർ പോയിട്ടുണ്ടായിരുന്നു. ഇവരെന്തിനാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ട് പോയതെന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുപോട്ടെ, കേരളത്തിൽ ഏത് മാധ്യമം വന്നാലും എല്ലാ ആൾക്കാർക്കും വേണ്ടതും വിൽക്കേണ്ടതും നെഗറ്റീവ് ന്യൂസുകളും നെഗറ്റീവ് കോൺവെർസേഷനുകളും ആയതുകൊണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവരെല്ലാവരും പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അത്തരത്തിലൊരു സീനിയർ ജേർണലിസ്റ്റിൻ്റെ ഈ അടുത്ത കാലത്തെ കൺസേൺ എന്നൊക്കെ പറയുന്നത്, അമ്മമാർ, കേരളത്തിലെ കുറേ അമ്മമാർ, ഹിന്ദുക്കളായിട്ടുള്ള അമ്മമാർ സ്ഥിരമായിട്ട് ക്ഷേത്രങ്ങളിൽ പോകുന്നു. അവർ ക്ഷേത്രങ്ങളിലിരുന്ന് പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കുന്നു. അവരൊരുമിച്ച് തീർത്ഥാടനത്തിനൊക്കെ പോകുന്നു. ഇതൊക്കെ ഒരു പർട്ടിക്കുലർ സെറ്റ് ചെയ്തിട്ടുള്ള അജണ്ടയുടെ ഭാഗമല്ലേ എന്നുള്ള രീതിയിലുള്ളൊരു ചോദ്യമൊക്കെയാണ് ഇദ്ദേഹത്തിന് ചോദിക്കാനുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഇവിടെയാണ് വീണ്ടും ഇവരുടെയൊക്കെ കപട മതേതരത്വം എന്നൊക്കെ പറയുന്ന മുഖം വീണ്ടും പുറത്തോട്ട് വരിക. കാരണം വേറെ വിഭാഗങ്ങൾ സംഘടിക്കുന്നതോ അവർ പ്രാർത്ഥിക്കുന്നതോ ഒന്നും ഇവർക്ക് പ്രശ്നമല്ല. ഇപ്പോഴും ഒരു കമ്മ്യൂണിറ്റീനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് എല്ലാ സംഗതികളും വരുന്നത്. അതൊക്കെ നമുക്ക് വിടാം, അതിലോട്ട് ഞാൻ പോകുന്നില്ല. കാരണം അതൊക്കെ ഇവിടെ കുറേ ആൾക്കാർക്ക് എന്താ പറയുക, ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന കേസുകളായതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. പക്ഷേ ചിന്തിക്കാനുള്ള കാര്യം നിങ്ങൾക്ക് കിട്ടിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നമുക്ക് വിടാം. നിങ്ങൾ എത്ര പേര് പണ്ട് ചെറുപ്പത്തിലൊക്കെ സിനിമ കാണുന്ന സമയത്ത് ദൂരദർശൻ്റെ ഇടയിൽ 6 മണിക്കൊക്കെ വരുന്ന 5 മിനിറ്റ് നേരത്തെ വാർത്തകൾ കണ്ടിട്ടുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞോടാ. കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, അവർ ചെയ്തുകൊണ്ടിരുന്നത് ആ സമയം വരെയുള്ള അപ്ഡേറ്റ്സ് വളരെ കൃത്യമായിട്ട് ക്രിസ്പായിട്ടുള്ള വാർത്തകളായിട്ട് നമുക്ക് തരും. സോ വാർത്ത പ്രേക്ഷകന് കിട്ടി. ഇനി വാർത്തയെക്കുറിച്ചിട്ട് എന്തൊക്കെ അയാൾക്ക് ചിന്തിക്കാം എന്നുള്ളത് അയാളുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. അതാണ് ശരിക്കും മാധ്യമപ്രവർത്തകർ ചെയ്യേണ്ടത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് ഈ മാധ്യമ പ്രവർത്തകർ, അല്ലെങ്കിൽ ഈ മാധ്യമം എന്നൊക്കെ പറയണത് ഡെമോക്രസിയുടെ ഒരു 3rd പില്ലറാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നട്ടെല്ലായിട്ട് നിലകൊള്ളേണ്ട ആളുകൾക്ക് കൃത്യമായ കാര്യങ്ങൾ എത്തിക്കേണ്ടുന്ന ഒരു സ്ഥാപനമാണ്, അല്ലെങ്കിൽ ഒരു സർവീസാണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമല്ല നമ്മൾ കാണുന്നത്. ഏകദേശം ഒരു മാധ്യമം ന്യൂസ് ഫീൽഡിലോട്ട് വന്നതിന് ശേഷം ഈ മാധ്യമത്തിലുള്ള ന്യൂസ് വായന എന്നൊക്കെ പറയുന്നത് ക്രിക്കറ്റ് കമൻട്രി പറയുന്നതിനേക്കാട്ടിലും അക്രമമായിട്ട് മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതിന് പിന്നാലെ വന്ന മിക്കവാറും ചാനലുകളൊക്കെ അത് ഏറ്റുപിടിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. സോ ഇതിനുള്ളിൽ വേറൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ ഉള്ളിലത്തെ ചിന്തകളും ഇവരുടെ പേഴ്സണൽ പൊളിറ്റിക്സും എന്താണോ അതാണ് ഇവർ നമ്മളിലോട്ട് ഇട്ട് തരുന്നത്. അല്ലാണ്ട് പണ്ടത്തെ പോലെ വാർത്ത തന്നിട്ട് പ്രേക്ഷകന് ചിന്തിക്കാനുള്ളൊരു സ്പേസ് ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അത് പൊളിറ്റിക്സിൽ വരുമ്പോഴും പേഴ്സണൽ തോട്ട്സിൻ്റെ കാര്യത്തിൽ വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പം നമുക്കറിയാം, ഈ ഹരിയാന ആൻഡ് ബീഹാർ ഇലക്ഷനൊക്കെ സംഭവിച്ച സമയത്ത് അത് അന്നത്തെ മാധ്യമപ്രവർത്തകരുടെ പ്രകടനം പിന്നീട് തേച്ചാലും മാച്ചാലും പോയില്ലാത്ത അത്രയും ട്രോളുകളിലോട്ടൊക്കെ വഴിയൊരുക്കിയിട്ടുള്ള ഒരു കാര്യമൊക്കെയാണ്. ഇപ്പോഴും ആ വീഡിയോസ് നമുക്ക് കിട്ടും. ഒരു എൻ്റർടൈൻമെൻറ്റ് വേണമെന്നൊക്കെ തോന്നുമ്പോൾ ഇവരുടെ അന്നത്തെ ആ ഒരു പെർഫോമൻസ്, ഇലക്ഷൻ റിസൾട്ട്സ് പ്രത്യേകിച്ച് ഇങ്ങനെ വിളിച്ചു പറയുന്ന സമയത്തത്തെ പെർഫോമൻസ് കണ്ടാൽ മതി, നമ്മൾ തന്നെ മൂക്കത്ത് വിരൽ വെച്ച് പോകും. സോ അന്ന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഹരിയാനയിലും ബീഹാറിലും ഒക്കെ BJP തോൽക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു വലിയ ശതമാനം മാധ്യമ പ്രവർത്തകർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്നുള്ളത് ഭയങ്കര വിസിബിളാണ്. BJP ജയിക്കോ തോൽക്കുകയൊക്കെ ആവട്ടെ. ഇപ്പം ചില ആൾക്കാർ വന്നിട്ട് പറയും BJPയുടെ പക്ഷം പിടിക്കാൻ നിൽക്കണതാണ്. അങ്ങനെയല്ല, BJP ജയിക്കുക തോൽക്കുകയൊക്കെ ആവട്ടെ, എന്തെങ്കിലും ആവട്ടെ, അത് അവരുടെ പെർഫോമൻസിനനുസരിച്ചിട്ടിരിക്കും. എനിവേയ്സ്, അവർ ഭയങ്കര ഭീകരമായിട്ടുള്ള പെർഫോമൻസ് ആണ് എല്ലായിടത്തും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പം ഇവരുടെ ആവേശപൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ടിംഗ്, ഓളിയിട്ട് ബഹളം വെച്ചിട്ടുള്ള കുറേ റിപ്പോർട്ടിംഗ് ഒക്കെ നമ്മൾ കണ്ടു. എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഒരു 2-3 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഇതേ ആളുകൾ തന്നെ ശോകമൂഖമായിട്ട് നിന്നിട്ട് സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ, അതായത് അവർ ജയിക്കുന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥ ഇവർക്കുണ്ടായി. സഹതാപമാണ് തോന്നിയത് അത് കണ്ടപ്പം. സോ ബേസിക്കലി ആദ്യം ആവേശത്തിൽ പുറത്ത് വന്നത് മുഴുവൻ ഇവരുടെ പേഴ്സണൽ പൊളിറ്റിക്സ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര വൃത്തിയായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നമുക്ക് അതും വിടാം. ഇനി പുതിയ കാര്യങ്ങളിലോട്ട് വരികയാണെങ്കിൽ, ഈ അടുത്ത കാലത്ത് ഒരു പൊളിറ്റിക്കൽ ലീഡറിനെ, ഞാൻ അദ്ദേഹത്തിൻ്റെ പേരും പറയണില്ല, ഒന്നും പറയുന്നില്ല, ആ ആളിനെ ഒരു വ്യക്തി കാണാൻ പോയത് നാടകമാണ് എന്ന പരാമർശമൊക്കെ നടത്തിയതിൻ്റെ പേരിൽ കുറേ ബാക്ക്ലാഷസ് ഒക്കെ കിട്ടിയിട്ട് ഒരു മാധ്യമപ്രവർത്തക കരയുന്ന സീനുകളൊക്കെ നമ്മൾ കണ്ടതാണ്. സോ ബേസിക്കലി ഇവരെന്താണ് നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. സത്യത്തിൽ എനിക്ക് ആകെയുള്ള ഒരു സങ്കടം, ഇതൊക്കെ കണ്ട് ചില വീട്ടിലെ അപ്പച്ചന്മാരൊക്കെ ഉണ്ട്, രാവിലെ തൊട്ട് രാത്രി വരെ ഇവർ ഈ ന്യൂസ് ചാനലും തുറന്നു വെച്ചിട്ട് ഇതിൽ പറയുന്നത് മാത്രമാണ് സത്യം, ഇതിൽ പറയണതാണ് കറക്റ്റ് എന്നൊക്കെ കരുതിയിട്ടിരിക്കുന്ന, അതിനനുസരിച്ചിട്ട് ജീവിതത്തിലെ വാർത്തകളെ കുറിച്ച് ചിന്തിക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്ക് അവരോടാണ് സഹതാപമുള്ളത്. നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാനുള്ള ഒരു സ്പേസ് പോലും ഇവിടെ കിട്ടുന്നില്ലല്ലോ എന്നുള്ള ഒരു സഹതാപമാണ് എനിക്ക് ഇവരോടൊക്കെ ഉള്ളത്. അത് വിടാം. ചില മാധ്യമ പ്രവർത്തനങ്ങൾ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോവും, പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും വാർത്തകൾ വളച്ചൊടിച്ച് പറയുന്ന കാര്യത്തിലാണെങ്കിലും എന്ന് പലവട്ടം പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഇവർ പറയുന്ന വാർത്തകളൊക്കെ വ്യാജമാണെന്നുള്ളത് മിനിറ്റിന് പല ആൾക്കാരും ഇങ്ങനെ വളച്ചൊടിച്ച് കുപ്പിയിലാക്കി തന്നിട്ടും പിന്നെയും അവരത് കണ്ടിന്യൂ ചെയ്യുന്നു, പിന്നെയും ആൾക്കാർ ആ ചാനലുകളെ ആശ്രയിക്കുന്നു. ഇതൊക്കെയാണ് മറ്റൊരു വിരോധാഭാസം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു കാര്യം. ഇനി ഇവരുടെ നിഷ്പക്ഷതയുടെ മറ്റൊരു മുഖം നോക്കുകയാണെങ്കിൽ, ഈ അടുത്ത കാലത്ത് ഈ നാഷണൽ ലെവലിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ന്യൂസാണ് TCSൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം. ഞാൻ വീണ്ടും അത് മുഴുവനായിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ആ ഒരു വാർത്ത ഒരു നാഷണൽ വാർത്തയായിട്ടും നാഷണൽ മീഡിയയിൽ നിറഞ്ഞ് കവിഞ്ഞ് വന്ന്, മലയാളികളൊന്നും പണ്ടത്തെ പോലെയല്ലല്ലോ, എല്ലാവരും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നല്ലതായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടല്ലോ, അവരും അതറിഞ്ഞ് സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ന്യൂസുകൾ ഇങ്ങനെ നിറഞ്ഞ് നാട്ടുകാരൊടുക്കം ഈ ചാനലുകാരോട് ചോദിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തി. നിങ്ങൾക്ക് എന്താ ഈ ഒരു വാർത്ത മാത്രം കണ്ടില്ലേ, നിങ്ങളെന്താ ഈ വാർത്ത മാത്രം കാണാത്തത്, നിങ്ങൾ ആരുടെ ഫണ്ടിങ്ങിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള രീതിയിൽ നാട്ടുകാർ സോഷ്യൽ മീഡിയയിൽ മാധ്യമങ്ങളോട് ചോദ്യം ചോദിക്കുന്ന ഒരു അവസ്ഥയിലെത്തി. അങ്ങനെ ഗതി കെട്ടിട്ടാണ് ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് 3-4 ദിവസങ്ങൾക്ക് ശേഷം ഇവർ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെയാണ് ഇവരുടെ സുതാര്യതയും സത്യസന്ധതയും ഇവരോട് ഇവരുടെ നാടിനോടുള്ള മമതയൊക്കെ പോയി കിടക്കുന്നത്. ഇനി മമതയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, മമതാ ബാനർജി, നമുക്കറിയാം വെസ്റ്റ് ബംഗാളിൽ ഇത്രയും നാൾ അടക്കി ഭരിച്ചുകൊണ്ടിരുന്നിട്ടുള്ള ഒരാൾക്കാരാണ്. അവരുടെ പാർട്ടിയിലെ ചില ഗുണ്ടകൾ മറ്റൊരു പാർട്ടിയിലെ കാൻഡിഡേറ്റിനെ ആക്രമിക്കുന്ന ഒരു ദൃശ്യമൊക്കെ ഭയങ്കര ആവേശത്തിലാണ് ഇവിടുത്തെ ചില മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിനൊക്കെ അനുസരിച്ചിട്ട് ഇപ്പം ഇലക്ഷൻ്റെ ഒരു സമയമൊക്കെ ആയിരുന്നല്ലോ, ഇവർ ഈ ഒരു ഗുണ്ടകളെയൊക്കെ പിടിച്ചിട്ട് നമ്മുടെ ജവാന്മാർ 4 പ്രാവശ്യം തിരിച്ചു കൊടുത്താൽ അപ്പോൾ പറയും സെൻട്രൽ ഗവൺമെൻറ് ഇവരുടെ അധികാരം ഉപയോഗിച്ചിട്ട് പാവങ്ങളെ മർദ്ദിക്കുന്നു എന്നുള്ള തരത്തിലേക്കുള്ള നറേറ്റീവ്സ് ഒക്കെ നമുക്ക് ഉറപ്പായിട്ടും കാണാൻ സാധിക്കും. സോ ബേസിക്കലി മാധ്യമങ്ങൾ ഡെമോക്രസിയുടെ നെടുന്തൂണാവുക എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നൊക്കെ വ്യതിചലിച്ചിരിക്കുന്നു. ഇവരുടെ വാർത്തകൾക്കൊന്നും പഴയ സ്വീകാര്യതയൊന്നുമില്ല. സ്വീകാര്യത ഇല്ലെന്ന് മാത്രമല്ല, ചിലരുടെയൊക്കെ വാർത്തകൾ വായിക്കുന്ന രീതികൾ വളരെ അസഹനീയമായി മാറി തുടങ്ങിയിരിക്കുന്നു. സോ ജനങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇവരെയൊക്കെ ഇവരെന്ത് കാര്യം ചെയ്യുന്നു എന്നുള്ളതിനെ റെസ്പോൺസിബിളായിട്ട് നിലനിർത്തുക എന്ന് പറയുന്നത് ജനങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് നിഷ്പക്ഷമായിട്ടുള്ള വാർത്തകൾ കാണണമെങ്കിൽ ഇതിനെയൊക്കെ കുറിച്ച് പഠിച്ച് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്വന്തമായിട്ടുള്ള എത്തിക്സ് ഒക്കെയുള്ള മനുഷ്യരാരെങ്കിലുമൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ തെരഞ്ഞു പിടിച്ച് ഫോളോ ചെയ്യേണ്ടുന്ന ഒരു കാലഘട്ടമൊക്കെ ആയിട്ടുണ്ട്. സോ മാധ്യമങ്ങൾ ഇന്നിവിടെ സ്ഥിരം വിഷം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാനും പിന്നെ ഒരു പക്ഷം പിടിച്ചിട്ടുള്ള വാർത്തകൾ സ്പ്രെഡ് ചെയ്യാനും കപട മതേതരത്വം സ്പ്രെഡ് ചെയ്യാനും ഒക്കെയുള്ള ടൂൾസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അത് വളരെ ശോചനീയമായിട്ടുള്ളൊരു അവസ്ഥയാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പം എന്നെപ്പോലെയുള്ള ആളുകളുടെ തോന്നലുകളൊക്കെ വെറും തോന്നലുകളാണ്, ഞങ്ങൾ സത്യസന്ധരാണ് എന്ന് തെളിയിക്കേണ്ടുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസം ജനങ്ങൾക്ക് കൊടുക്കേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി മാധ്യമങ്ങൾക്കുണ്ട്, മാധ്യമ പ്രവർത്തകർക്കുണ്ട്. അവരത് നേരാവണ്ണം ചെയ്യുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.